ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കുർത്തിയും അതുപോലെ തന്നെ ഒരു അംബ്രല്ല പ്ലാസോന്റെ കട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇതിന്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടിങ് ചെയ്തപ്പോൾ ഒരു ക്ലിപ്പ് മിസ്സായി പോയേ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അളവ് മാത്രം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ കുറെ പേര് ചോദിച്ചു, ചേച്ചി അളവെടുത്ത ഒന്നും കണ്ടില്ല, ചേച്ചിയുടെ കട്ടിങ് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാം കേട്ടോ. അപ്പൊ ദേ ടോപ്പ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന്റെ അളവ്, അതായത് ഇതിന്റെ മെഷർമെന്റ്സ് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാണേ. കട്ട് ചെയ്ത ഭാഗം കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാര്യം ഞാനിപ്പോ ഇത് പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇതിലെ സ്ലിറ്റിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ലെങ്ത് കൊടുത്തത് 40 ഇഞ്ചാണ് ലെങ്ത് കൊടുത്തത്. ഏറ്റവും മുകളിൽ ടേപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴത്തേക്ക് ഞാൻ 40 ഇഞ്ചാണ് ലെങ്ത് കൊടുത്തത്. അതിനെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ട് 41 ഇഞ്ചിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിന് ഷോൾഡർ കൊടുത്തത് 7 ഇഞ്ച്. അപ്പൊ നിങ്ങൾക്ക് സ്ഥിരം കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ എന്റെ അളവെല്ലാം. അപ്പോൾ 7 ഇഞ്ചില് ഷോൾഡർ വരച്ചെടുത്തു. അതിനുശേഷം താഴത്തേക്ക് നമ്മൾ 6 ഇഞ്ചിലാണ് ആം ഹോൾ ലെങ്ത് വരച്ചെടുത്തത്. എന്നിട്ട് നന്നായിട്ട് കുഴിച്ച് വരച്ചിട്ടുണ്ട്. ചെസ്റ്റ് അളവ് 9 ഇഞ്ചാണ്. 2 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ട് 11 ഇഞ്ചില് മാർക്ക് ചെയ്തത്. കറക്റ്റ് നമ്മൾ 9 ഇഞ്ചില് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതില് ഷേപ്പ് ആണ് ചെയ്തത്. അപ്പൊ ഷേപ്പിന്റെ ലെങ്ത് ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതേ മാർക്കിംഗ് ഓൾറെഡി ഉണ്ട്, പക്ഷെ എഡിറ്റ് ചെയ്തപ്പോ ഈ ഒരു ക്ലിപ്പ് മിസ്സായി പോയി. അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മൾ 13 ഇഞ്ചില് ഷേപ്പിന്റെ ലെങ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ വിട്ട് കൊടുത്തത് 7 ഇഞ്ചാണ്. അതിന് കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ സ്ലിറ്റ്, അതാണ് ഈ ടോപ്പിന്റെ ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ. അപ്പൊ സ്ലിറ്റ് ലെങ്ത് ഞാൻ കൊടുത്തത് 20 ഇഞ്ചാണ്. അതെ, ഇവിടെ മാർക്കിംഗ് ഉണ്ട്. 20 ഇഞ്ചിലാണ് സ്ലിറ്റ് കൊടുത്തത്. സ്ലിറ്റിന്റെ വീതി 9 ഇഞ്ചാണ്. 8.5 ഇഞ്ചാണ് ഞാൻ സാധാരണ എടുക്കുന്നത്. ഇപ്പൊ കുറച്ച് ടൈറ്റ് ആയത് കൊണ്ടിട്ട് ഞാനിവിടെ ഒരു 9 ഇഞ്ചാണ് സ്ലിറ്റിന് വീതി കൊടുത്തത് കേട്ടോ. ഇതിനെ കൂടെ നമ്മൾ 1 ഇഞ്ച് സീം അലവൻസും വെച്ചിട്ട് ഇവിടെ നിന്ന് 10 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതേ അളവ് തന്നെയാണ് താഴത്തേക്ക് നമുക്ക് കൊടുക്കേണ്ടത്. നമ്മൾ സാധാരണ സ്ലിറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒരു 10 ഇഞ്ച് ആണെങ്കിൽ ഒരു 13 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 12 ഇഞ്ചൊക്കെ വീതി, അതായത് ഈ ഒരു ഷേപ്പിലാണ് വീതി വരുത്തുന്നത് അല്ലെ. പക്ഷെ ഈ ഒരു മോഡലിന് അങ്ങനെ വേണ്ട കേട്ടോ. നമ്മളുടെ സ്ലിറ്റ് വീതിനെ കൂടി 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഇതേ അളവ് തന്നെ നമുക്ക് താഴത്തും എടുത്താൽ മതി. ഇതേ താഴത്തും ഞാൻ കറക്റ്റ് 10 ഇഞ്ചിൽ തന്നെയാണ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തത്. അപ്പൊ നമ്മുടെ കുർത്തിയുടെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. സെയിം ഇതേപോലെ തന്നെ ഞാൻ ബാക്ക് പാർട്ടും ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ഫ്രണ്ട് നെക്ക് ആദ്യമേ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ 2 കഷ്ണം തുണി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ നല്ല വശവും തമ്മിൽ ആദ്യമേ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് നമുക്ക് സെന്ററിൽ കൊടുക്കാം. 2 ചെറിയ കട്ട് പീസാണ് നമ്മൾ എടുത്തത്. ഇതൊന്ന് നമുക്ക് ജോയിന്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മളൊന്ന് ജോയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിന്റെ സെന്ററിൽ വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ തുണി ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പൊ നമുക്കതൊന്ന് പതിച്ച് അടിക്കാം. ഇനി നമുക്ക് നെക്ക് ഈ ഒരു ഷേപ്പില് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. 1/4 ഇഞ്ച് തയ്യൽ തുമ്പിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നെക്ക് നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് മറന്നുപോയേ. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കത്രികയുടെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാം. ഇനി നമുക്ക് ഒരു 2 ഇഞ്ച് നീക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നാലേ നെക്ക് നമുക്ക് എളുപ്പത്തിൽ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ടോപ്പിന്റെ നല്ല വശം ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിന്റെ മീതെ വെച്ചിട്ടൊന്ന് പതിച്ച് അടിക്കാം. പതിച്ചടിച്ചു കഴിയുമ്പോൾ നമുക്ക് നെക്കിന്റെ നല്ല വശം ഇങ്ങനെ കൂടി വെച്ചിട്ട് നെക്കിന്റെ നല്ല വശത്ത് കൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ തുണി ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങ് മടക്കി വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നല്ല ഭംഗിയായിട്ട് നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ തുണി നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെയൊന്നും വരത്തില്ല. അതിനാണ് നമ്മൾ പതിച്ച് അടിച്ച് എടുത്തത്. അതെ, ഫ്രണ്ട് നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ക്രോസ് പീസ് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രോസ് പീസിന്റെ നല്ല വശവും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇതിങ്ങനെ 2 ആക്കി മടക്കി നമുക്ക് ഈ ഭാഗത്തൊന്ന് തയ്ച്ച് എടുക്കണം. നമ്മൾ ക്രോസ് പീസ് 2 ആക്കി മടക്കി തയ്ച്ചെടുത്തു. ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന്
സ്ട്രെയിറ്റ് ചെയ്ത് നിർത്തുക. എന്നിട്ട് നമുക്ക് ബാക്ക് പാർട്ട് എടുക്കാം. ബാക്ക് പാർട്ടിന്റെ നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് എടുത്തു വെക്കാം കേട്ടോ. എന്നിട്ട് ഈ സ്ട്രെയിറ്റ് ആക്കിയ ഭാഗം ഇങ്ങനെ വെച്ച് വളച്ച് വളച്ച് നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ക്രോസ് പീസ് വെച്ചിട്ടേ നമുക്ക് ഇതുപോലെ ഒന്ന് നെക്ക് വളച്ച് തയ്ക്കാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ സ്ട്രെയിറ്റ് പീസ് ആണ് ബാക്ക് നെക്കിന് എടുക്കുമെങ്കിൽ ഇതുപോലെ കിട്ടത്തില്ല. നെക്ക് നമുക്ക് തയ്ച്ചു കഴിയുമ്പോൾ ആ ഒരു ഷേപ്പ് നെക്കിന് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ക്രോസ് പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മീതെ നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് അങ്ങോട്ട് പതിച്ച് അടിച്ച് കൊടുക്കണം. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഞാൻ ഇതിന്റെ മീതെ ഇങ്ങനെ പതിച്ചടിച്ച് എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ഭാഗം സ്ട്രെയിറ്റ് കട്ട് ചെയ്യാം. അതിനുശേഷം ഈ ഭാഗം സ്ട്രെയിറ്റ് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്യാം. അതിനുശേഷമാണ് ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് മടക്കി തയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഇതാ ഇങ്ങനെ ഇരിക്കട്ടെ, നല്ല വശം ഇരിക്കട്ടെ. ഇതിന്റെ മീതെ നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ കൂടെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച്, അതുപോലെ തന്നെ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ തുണി ഇങ്ങനെ വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് നെക്ക് ആണ് ചെയ്തെടുക്കുന്നത്. ഒന്നെങ്കിൽ ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ അതേ പുറത്ത് വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് നമുക്ക് എടുക്കാം. അതേ ഇതുപോലെ ബാക്ക് നെക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഷോൾഡർ ഒക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സ്ലീവും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ആദ്യമേ സ്ലീവിന്റെ താഴെ വശം 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പിട്ടിരിക്കുന്നത്. അത് കണക്കാക്കി നമുക്കൊന്ന് താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ക്കാം. അപ്പോൾ സ്ലീവിന്റെ താഴെ വശം ഇങ്ങനെ കൂടെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിന്റെ നല്ല വശവും ടോപ്പിന്റെ നല്ല വശവും ഇങ്ങനെ കൂടെ വെക്കാം. എന്നിട്ട് സ്ലീവിന്റെ സെന്റർ ഷോൾഡറിന്റെ ഈ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ആദ്യമേ നമ്മൾ താഴേക്ക് വേണം ഇതിങ്ങനെ തയ്ച്ചെടുക്കാനായിട്ട്. അതിനുശേഷം വേണം ഈ 2 ഭാഗങ്ങൾ തമ്മിൽ കൂട്ടി തയ്ക്കാൻ കേട്ടോ. അപ്പൊ ഇതേപോലെ ഈ ഭാഗത്തും സ്ലീവ് വെച്ച് എടുക്കണം. നമ്മളിപ്പോ 2 സ്ലീവും തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഇതിന്റെ സൈഡ് ഒന്ന് കൂട്ടി അടിക്കാം. അപ്പൊ നമ്മളിവിടേക്ക് 2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ സ്ലിറ്റിന്റെ ഒരു ഓപ്പണിംഗ് ഭാഗം. ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ തയ്ച്ച് വരുമ്പോ ഇങ്ങനെ ഇതിൽ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തണം. ഈ 2 തുണിയും കറക്റ്റ് ലെവലില് ഇങ്ങനെ കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗം വരുമ്പോൾ ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് നിർത്തുക കേട്ടോ. തുണി ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചാൽ മതി. എന്നിട്ട് തയ്ക്കുക. അപ്പോൾ അവിടെ കെട്ട് വീണോളൂ. നമ്മളിങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തേ. അപ്പോൾ ഇതേപോലെ ഈ ഭാഗവും ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിന്റെ സ്ലിറ്റും കൂടെ അങ്ങോട്ട് തയ്ച്ചെടുക്കാൻ പോവാം. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആയത് കൊണ്ടിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒട്ടും ചുളിവില്ലാതെ തയ്ച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ അങ്ങോട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് ആദ്യമേ മടക്കി വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് ഈ സ്ലിറ്റ് ഒന്ന് തയ്ച്ച് എടുക്കാം. ഈ ഭാഗം വരുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വേണം ഇവിടെ തയ്ക്കാനായി. ഇനി ഈ ഭാഗത്തേക്കുള്ളതും കൂടെ തയ്ക്കാം. ഒരു ഭാഗത്തെ സ്ലിറ്റ് നമ്മൾ തയ്ച്ചെടുത്തു. ഈ സ്ലിറ്റിന്റെ ഈ ഒരു സൈഡും കൂടെ നമുക്ക് തയ്ക്കാം. അപ്പോൾ ഞാൻ 2 സ്ലിറ്റും തയ്ച്ചിങ്ങനെ എടുത്തേ. ഇനി നമുക്ക് ഇതിന്റെ താഴെ ഭാഗം കൂടെ മടക്കി തയ്ക്കുവാണെങ്കിൽ നമ്മുടെ ടോപ്പിന്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലാസോ പാന്റിന്റെ സ്റ്റിച്ചിങ് ആണ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞ് നമ്മൾ സ്ലിറ്റ് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. താഴെ ഭാഗം മടക്കി അടിച്ചിട്ടുണ്ട്. സ്ലിറ്റ് കണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ സ്ലിറ്റ്, നല്ല ചുളിവും വളവോ ഒന്നുമില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പാന്റിന്റെ സ്റ്റിച്ചിങ് ചെയ്യാം. അപ്പൊ നമുക്ക് പാന്റ് തയ്ക്കാൻ നേരത്ത് ആദ്യമേ ഇത്രയും ഭാഗത്ത് നമുക്ക് എത്താതെ കുറച്ച് തുണി ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കണം. അപ്പൊ നമ്മൾ തുണിയൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. ഇതാ ഈ ഒരു തുണി ഞാൻ ഈ ഭാഗത്ത് വെച്ച് തയ്ക്കാൻ പോവാം കേട്ടോ. അപ്പൊ തയ്ക്കുമ്പോൾ നല്ല വശവും തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇതൊന്ന് തയ്ച്ച് എടുക്കാനായിട്ട്. നമ്മൾ എത്താതിരുന്ന ഭാഗത്ത് തുണി ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റ് 2 ആക്കി ഇങ്ങനെ മടക്കി ഇട്ട് കൊടുക്കുക. അതായത് നമ്മുടെ ക്രോച്ച് ലെങ്ത് ആണ് ഈ കാണുന്നത്. ഈ ഭാഗം കറക്റ്റ് അളവില് ഇങ്ങനെ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഏറ്റവും താഴേക്ക് ഇതിങ്ങനെ കൊണ്ടുവരിക. അപ്പൊ നമുക്കിവിടെ കുറച്ച് തുണി എക്സ്ട്രാ ഉണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ഈ അളവിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുക. അപ്പൊ ഇതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ടിലും ഈ തുണി ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇതാണ് നമ്മൾ വെച്ചെടുത്ത തുണി കേട്ടോ. രണ്ട് തുണിയും കറക്റ്റ് അളവില് വെട്ടിയെടുത്തോ. ഇനി നമുക്ക് പാന്റിന്റെ ഒരു പാർട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇതേ മുകൾ വശമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ അരവണ്ണത്തിന്റെ ഭാഗം ഇവിടെ ഇങ്ങനെ വെച്ചു. ഇതാണ് നമ്മുടെ ക്രോച്ച് ഏരിയ. ഒരു തുണിയുടെ നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ തുണി സെയിം ഇതുപോലെ എടുക്കാം. അപ്പൊ നമുക്ക് രണ്ട് ക്രോച്ച് ഏരിയയും തമ്മിൽ ഒന്ന് സൈഡ് അങ്ങോട്ട് അടിച്ചെടുക്കാൻ പോവാം കേട്ടോ. ഇതിന്റെ മീതെ ഇതും അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. ഇതിന്റെ ക്രോച്ച് ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് ഇത് രണ്ടും വെച്ചിട്ട് തയ്ച്ച് എടുക്കാം. അപ്പൊ രണ്ട് ക്രോച്ച് ഏരിയയും തമ്മിൽ ഞാൻ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുവാണ് കേട്ടോ. ഈ രണ്ട് ഷേപ്പും കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് വേണം തയ്ച്ച് എടുക്കാനായിട്ട്. നമ്മൾ എപ്പോഴും ഈ ഒരു ക്രോച്ച് ഏരിയ തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഡബിൾ സ്റ്റിച്ച് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ ഇതിന്റെ മീതെ ഒരു സ്റ്റിച്ചും കൂടെ അങ്ങോട്ട് ചെയ്ത് എടുക്കാം. വേണമെങ്കിൽ ഇതിന്റെ മീതെ വെച്ചിട്ടൊന്ന് പതിച്ചെടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. പെട്ടെന്ന് ഈ ഭാഗം വിട്ടുപോരില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ തയ്ച്ചെടുത്തു. ഇനി നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ രണ്ട് ഭാഗം തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് തയ്ച്ച് എടുക്കാം. രണ്ട് ക്രോച്ച് ഏരിയയും നമ്മളിങ്ങനെ തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണിയുടെ സെന്ററിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇതൊന്ന് രണ്ടാക്കി എടുക്കാം. അപ്പൊ ദാ നടുക്കാണ് നമുക്ക് ഈ ഒരു ക്രോച്ചിന്റെ ഭാഗം വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ സൈഡ് കൂട്ടിയടിക്കാം. സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ് പാന്റിന്റെ സൈഡ് ഭാഗം. അപ്പൊ നമുക്ക് ഇത് തയ്ക്കുന്നതിന് മുന്നേ നമുക്ക് പാന്റിന്റെ താഴെ വശമാണ് ഈ കാണുന്നത്. നല്ല ഫ്ലെയർ ആണ്. ഇത്രയും ഫ്ലെയർ ആണ് കേട്ടോ നമുക്ക് താഴെ വശം അംബ്രല്ല പ്ലാസോ ഒക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് മടക്കി തയ്ക്കാം. അപ്പൊ ഒരു പാന്റിന്റെ അടിഭാഗമാണ് ഇപ്പൊ ഞാൻ മടക്കി തയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് മടക്കി വീണ്ടും ഒരു മടക്ക് ഇങ്ങനെ മടക്കുക. അപ്പൊ നമ്മള് ഇതിന് എക്സ്ട്രാ തയ്യൽ തുമ്പോ ഒന്നും തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ 2 ഇഞ്ചിന്റെ ഒരു ബെൽറ്റ് ഭാഗം നമ്മുടെ അരവണ്ണത്തിന്റെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് മടക്കി തയ്ച്ച് എടുക്കാം. അപ്പൊ പാന്റിന്റെ താഴെ ഭാഗം രണ്ട് വശവും മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സൈഡ് ഇങ്ങനെ ഒന്ന് കൂട്ടി തയ്ച്ച് എടുക്കാം. ഒരു പാന്റിന്റെ താഴെ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ കാണുന്നത് ക്രോച്ച് ഏരിയ ആണ്. അത് രണ്ടും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇത്രയും വീതി വേണ്ട. ഞാൻ ഇവിടെ ഒരു 1 ഇഞ്ച് വീതിക്കാണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ മാത്രം നമുക്ക് ഇവിടെ ഒന്ന് തയ്ച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് പാന്റിന്റെ സൈഡ് ഒന്ന് കൂട്ടിയടിക്കാം. അതിനുശേഷമാണ് നമ്മൾ ബെൽറ്റിന്റെ ആ ഒരു ഭാഗം വെച്ച് കൊടുക്കാൻ പോകുന്നത്. പാന്റിന്റെ സൈഡാണ് കേട്ടോ നമ്മൾ കൂട്ടി അടിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു സ്റ്റിച്ചേ കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾ 2 സ്റ്റിച്ച് കൊടുത്തോ. അപ്പോൾ നമ്മുടെ പാന്റ് റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മുടെ അംബ്രല്ല പാന്റ് ആണ് നമ്മൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് ബെൽറ്റ് ഭാഗം നമുക്കൊന്ന് വെച്ചെടുക്കാം. അപ്പൊ നമ്മൾ 2 കഷ്ണം തുണി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യമേ ഇവ തമ്മിൽ നമുക്കൊന്ന് ജോയിന്റ് ചെയ്ത് എടുക്കാം. ഇതാ ഇങ്ങനെ ഒന്ന് ജോയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിന്റെ സെന്ററിൽ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കാം. എന്നിട്ടാണ് നമുക്ക് ഇതിന് എത്ര വീതി വേണമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതെ, ഈ സെന്റർ ഭാഗത്ത് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് തുണി ഒന്ന് മടക്കി എടുക്കാം കേട്ടോ. അതായത് ഈ 2 തുണി ഇങ്ങനെ കൂടെ മടക്കി നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി നമ്മുടെ പാന്റ് എടുക്കാം. ഇത് ക്രോസ് ആയതുകൊണ്ട് വെറുതെ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, നന്നായിട്ട് വലിച്ചു തന്നെ പിടിക്കാം. ഈ ഭാഗം ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടം വരെയാണ് വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസും വെച്ചിട്ട് നമുക്ക് തുണി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പൊ എത്ര ഇഞ്ചാണ് വീതി എന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ കട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എത്ര ഇഞ്ചാണെന്ന്. ഇതിപ്പോ ടോട്ടലായിട്ട് 23 ഇഞ്ച് വീതിയാണ് ഈ തുണിക്കുള്ളത്. നമ്മൾ ഇതൊന്ന് ഫിക്സ് ചെയ്യുന്ന മുന്നേ നമുക്ക് ഇതിന്റെ സൈഡ് വശം ഒന്ന് ഫിനിഷ് ചെയ്യാം. ഒരു 1/2 ഇഞ്ച് മാത്രം ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് ഇവിടെ 1/2 ഇഞ്ച്, ആ അറ്റത്തും 1/2 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം. ഇതുപോലെ ഈ അറ്റം ഒന്ന് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ബെൽറ്റ് പാർട്ട് വെച്ചെടുക്കാം കേട്ടോ. അപ്പൊ പാന്റിന്റെ ഉൾവശം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇതിന്റെ മീതെ നമുക്ക് ഈ തുണിയുടെ നല്ല വശമാണ് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കേണ്ടത്. അതായത് പാന്റിന്റെ ഉൾഭാഗവും ഈ ഒരു തുണിയുടെ നല്ല ഭാഗവും ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ 2 ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇതൊന്ന് തയ്ച്ചെടുക്കാം. അപ്പൊ നമ്മള് ഉൾവശത്ത് ഈ തുണി ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പാന്റിന്റെ നല്ല വശം എടുക്കാം. പാന്റിന്റെ നല്ല വശം എടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല വശത്താണ് ഈ 2 തയ്യൽ തുമ്പ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയെടുക്കാം. എന്നിട്ട് ഇതിന്റെ അകത്തേക്ക്
ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ബെൽറ്റിന്റെ ഈ ഒരു തുണി തയ്ച്ച് എടുക്കാനായിട്ട്. ഇവിടെ ഒരു 1/2 ഇഞ്ച് മടക്കുക, എന്നിട്ട് ഈ തുണി ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ മീതെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് തയ്ക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് നല്ല ഫിനിഷ് ആയിട്ട് ഇങ്ങനെ അങ്ങ് കിട്ടും. നമ്മുടെ പാന്റിന്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ബെൽറ്റിന്റെ ഈ ഒരു ഭാഗം വെച്ചെടുത്തു, അതുപോലെ സൈഡ് സ്റ്റിച്ച്, ക്രോച്ച് ഏരിയ എല്ലാം നമ്മൾ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഇവിടെ ഒരു വള്ളി മാത്രം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ കുർത്തിയും പാന്റും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പാന്റ്. കണ്ടിട്ടുണ്ടെങ്കിൽ അംബ്രല്ല പാവാടയാണെന്നേ പറയുള്ളൂ, പക്ഷേ ഇതിന്റെ സെന്ററിൽ ആ ഒരു കട്ടിങ് ഉണ്ടോ, ഇതാണ്ടോ അംബ്രല്ല പ്ലാസോ. ഇതിങ്ങനെ പാവാട പോലെ കിടക്കും. ഇതിന്റെ തന്നെ ഷോൾ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ നിങ്ങൾ തുണി മേടിക്കുമ്പോൾ അതനുസരിച്ചിട്ട് കൂട്ടി മേടിച്ചാൽ മതി. ഒരു 2.5 മീറ്റർ ഷോളിനും കൂടി വാങ്ങിക്കുക. നല്ല ട്രെൻഡ് ആണ്. നമുക്കൊരു പാർട്ടി അതുപോലെ തന്നെ ഒരു കല്യാണമൊക്കെ വരുമ്പോൾ ഇട്ടിട്ട് പോവാം, നല്ല ഭംഗി ഉണ്ടാവും.